ഇപ്പം ഞാനിവിടെ ആദ്യം കൊടുക്കുന്ന പ്രോംപ്റ്റ് ഒരു വെബ് പേജ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പം നമുക്കത് റൺ ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് തന്ന വെബ്സൈറ്റ്. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് ഈ ഒരു വെബ് പേജ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് തന്നിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ജെൻസ്പാർക്ക് എന്ന് പറയുന്ന ഒരു AI ഏജൻറ്റ് ടൂളിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇതൊരു AI ഏജൻ്റാണ്. അപ്പോൾ ഈ AI ഏജൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ സ്വന്തമായിട്ട് ടാസ്കുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനെക്കുറിച്ച് തിങ്ക് ചെയ്തിട്ട് ആ ടാസ്കുകൾ ചെയ്യാനായിട്ട് പറ്റും. അതാണ് AI ഏജൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ AI ഏജൻ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ ചെയ്യാനൊക്കെ പറ്റുന്നത് പോലെ ഈ പ്രോഗ്രാമുകൾക്ക് എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡേറ്റ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ക്യാമറയിൽ കൂടി കൊടുക്കുന്ന ഡേറ്റ ആയിരിക്കാം, മൈക്കിൽ കൊടുക്കുന്ന ഡേറ്റ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്ന വേർഡ്സ് ആയിരിക്കാം. ആ ഡേറ്റകളെ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഫസ്റ്റ് അതിനെ സെൻസ് ചെയ്തെടുക്കും. അതിനുശേഷം ഇത് കുറച്ച് ആലോചിക്കും. അതാണ് തിങ്ക് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നടക്കുന്നത്. ഈ കിട്ടിയ ഡേറ്റേനെ അവർ തിങ്ക് ചെയ്യും, അതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് തിങ്ക് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യും. ആദ്യം തിങ്ക് ചെയ്യും, അതിനുശേഷം അത് ഡിസൈഡ് ചെയ്യും എന്ത് ചെയ്യണമെന്നുള്ളത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ആക്റ്റിൽ ഈ AI ഏജൻറ്റ് എന്ത് ചെയ്യും? ആലോചിച്ച് തീരുമാനിച്ച ഈ ഒരു കാര്യം അത് ചെയ്യും. അതാണ് ഈ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ആക്റ്റിൽ ഈ AI ഏജൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു AI ഏജൻറ്റ് അതിന് കിട്ടുന്ന ഡേറ്റ അല്ലെങ്കിൽ ഇൻപുട്ടിനെ സെൻസ് ചെയ്തിട്ട് അതനുസരിച്ച് തിങ്ക് ചെയ്ത് ഡിസിഷൻ എടുത്തിട്ട് അതിനുള്ള ടാസ്കുകൾ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇനി നമുക്ക് ജെൻസ്പാർക്ക് AI എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നതെന്നും അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് തന്നെ ഇതുപോലുള്ള ലേറ്റസ്റ്റ് AI അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ജെൻസ്പാർക്ക് AI ആക്സസ് ചെയ്യാൻ വേണ്ടി jenspark.ai എന്നുള്ള URL പോവാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ലോഗിൻ ചെയ്യാം. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ അല്ല, ഇതിന് പെയ്ഡ് പ്ലാൻസും ഉണ്ട്. പക്ഷേ ഡെയിലി കുറച്ച് ക്രെഡിറ്റ്സ് അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓൾ ഏജൻറ്റ്സ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തോരം ഏജൻറ്റ്സ് ജെൻസ്പാർക്കിനുണ്ട് എന്നുള്ളത് ഇവിടെ കാണാം. ഇത് ജെൻസ്പാർക്കിൻ്റെ സൂപ്പർ ഏജൻ്റാണ്. ഇതിൽ നമ്മൾക്ക് ടാസ്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ടാസ്കുകളായിട്ട് അത് നമ്മൾ പറഞ്ഞ നേരത്തെയുള്ള സ്റ്റെപ്സ് ഫോളോ ചെയ്ത് ഓരോ ടാസ്കുകൾ അത് അക്കോംപ്ലിഷ് ചെയ്യും. ഇത് ഡീപ് റിസർച്ച് എന്ന് പറയുന്ന AI ഏജൻ്റാണ്. അതുപോലെ തന്നെ ഇതിലുള്ള ഏറ്റവും വലിയൊരു ഫീച്ചറാണ് കോൾ ഫോർ മീ എന്ന് പറയുന്ന ഈ ഒരു ഏജൻറ്റ്. ഇത് നമ്മളുടെ ബിഹാഫിൽ നമുക്ക് വേണ്ടി കോളുകൾ ചെയ്യും. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഹോട്ടൽ റിസർവേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്തിട്ട് നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമ്മളുടെ ടാസ്കുകൾ അത് ചെയ്തു തരും. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും അവൈലബിൾ അല്ല. ഇപ്പോൾ അത് അവൈലബിൾ ആയിട്ടുള്ളത് US, കാനഡ ആൻഡ് ജപ്പാൻ, ഈ ഒരു 3 കൺട്രീസിലേക്ക് മാത്രമാണ് അവൈലബിൾ ഉള്ളൂ. നമ്മളിത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിഹാഫിൽ നമുക്ക് വേണ്ടി ഇവരെന്ത് ചെയ്യും? കോളുകൾ വിളിക്കും. ഓക്കെ, പിന്നെ ഡേറ്റ സെർച്ച് എന്ന് പറയുന്ന ഒരു ഏജൻ്റ് ഉണ്ട്. ക്രോസ് ചെക്ക് എന്ന് പറയുന്ന ഒരു ഏജൻ്റ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഏജൻറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. AI ചാറ്റ് ഉണ്ട്. AI ചാറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ChatGPT ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു കോൺവെർസേഷണൽ AI ഏജൻ്റാണിത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതൊക്കെ മോഡൽസ് ഉണ്ടെന്ന് കാണാം. O1 ഉണ്ട്, O3 മിനി ഉണ്ട്, ക്ലോഡിൻ്റെ മോഡൽസ് ഉണ്ട്, അതുപോലെ ജെമിനൈ മോഡലുണ്ട്, ഡീപ് സീക്കിൻ്റെ മോഡലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കിതിൻ്റെ ഇമേജ് ഏജൻറ്റ് നോക്കാം. ഇമേജ് ഏജൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. ജനറേറ്റ് ഇമേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. ഇമേജിനെ വീഡിയോ ആക്കി മാറ്റാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ, മാജിക് ഇറേസർ ചെയ്യാം, റീഡ്രോ ചെയ്യാം നമുക്കൊരു സെക്ഷൻ വേണമെങ്കിൽ. അതുപോലെ തന്നെ
ഇമേജ് എക്സ്പാൻഡ് ചെയ്യാം, ഇമേജിനെ അൺബ്ലർ ചെയ്യാം, ഇമേജ് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ഇമേജസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒരു മോഡലിന് ട്രൈ ഓൺ ചെയ്യുന്ന രീതിയിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഇമേജ് ജനറേഷൻ ഏജൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് മോഡൽസ് അവൈലബിൾ ആണ്. ഈ ജനറേറ്റ് ഇമേജ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഇമേജ് മോഡൽസാണ് ഇവിടെ ഉള്ളത് നമുക്ക് കാണാം. ഫ്ലക്സ്, അതുപോലെ തന്നെ ഐഡിയോഗ്രാമിൻ്റെ മോഡലുണ്ട്, റീക്രാഫ്റ്റ് V3 ഉണ്ട്, ഡാലി 3 ഉണ്ട്, ജെമിനയുടെ ഇമേജ് ജെൻ മോഡൽ വരെ ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് മൾട്ടിപ്പിൾ മോഡൽസ് അവൈലബിൾ ആണ് ജെൻസ്പാർക്കിൻ്റെ ഉള്ളിൽ. നമുക്ക് വീഡിയോ ജനറേഷൻ ഏജൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലും നമുക്ക് ഡിഫറെൻറ്റ് മോഡൽസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് മിക്സ്ചർ ഓഫ് ഏജൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അനുസരിച്ച് ഏത് മോഡലാണ് ബെറ്ററായിട്ട് ആ ഒരു ഇമേജോ അല്ലെങ്കിൽ വീഡിയോയോ അല്ലെങ്കിൽ ടാസ്ക് ചെയ്യാനായിട്ട് ബെറ്ററാണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ജെൻസ്പാർക്ക് തന്നെ ഡിസൈഡ് ചെയ്ത് കറസ്പോണ്ടിങ് മോഡലിലേക്ക് സ്വിച്ച് ചെയ്തോളും. ഓക്കെ, ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഇന്ന മോഡൽ വെച്ച് തന്നെയാണ് ജനറേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മോഡൽ ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്ലിങ്ങിൻ്റെ മോഡൽ അവൈലബിൾ ആണ്, പിക്സ്വേഴ്സ് അവൈലബിൾ ആണ്, ലൂമ ലാബ്സിൻ്റെ ഡ്രീം മെഷീൻ അവൈലബിൾ ആണ്, ജെമിനിയുടെ മോഡൽ അവൈലബിൾ ആണ്, ഹുൻയുവാൻ എന്ന് പറയുന്ന ഒരു ചൈനീസ് വീഡിയോ ജനറേഷൻ മോഡലാണിത്. ഇതുമൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഓൾ ഏജൻസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോഴും ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു ബേസിക് ഏജൻറ്റും കൂടി ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും ലാംഗ്വേജ് ട്രാൻസ്ലേഷൻസ് പോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏജൻറ്റും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതിൽ 200 ക്രെഡിറ്റ്സ് ആണ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ വരുന്നത് ഇതിൻ്റെ പെയ്ഡ് വേർഷൻ ആണ്. അപ്പോൾ അതിൻ്റെ പ്രൈസിങ് കൂടി നമുക്കൊന്ന് നോക്കാം. ഫ്രീ ആയിട്ടുള്ള പ്ലാനിൽ 200 ഫ്രീ ക്രെഡിറ്റ്സ് പെർ ഡേ അവൈലബിൾ ആണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ അത് ഓട്ടോമാറ്റിക്കലി റിന്യൂ ആയിക്കോളും. എല്ലാ AI മോഡൽസും AI ഏജൻസിനെയും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും വിത്ത് ലിമിറ്റഡ് ആക്സസ് ആയിരിക്കും. ഇനി പ്ലസ് പ്ലാനിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $19.99 ആണ്. അപ്പോൾ അതിൽ കുറച്ചും കൂടിയും എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പ്രോംപ്റ്റ് റൺ ചെയ്ത് നോക്കാം ജെൻസ്പാർക്കിൻ്റെ ഒരു യൂസ് കേസസ് വെച്ചിട്ട്. ഇപ്പം ഞാനിവിടെ ആദ്യം കൊടുക്കുന്ന പ്രോംപ്റ്റ് ഒരു വെബ് പേജ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കത് റൺ ചെയ്യാം. ആ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റും അത് യൂസിങ് ടൂൾ എന്ന് പറയുന്ന ഓരോരോ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് അത് ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ നമുക്ക് അത് പ്രിവ്യൂ ആയിട്ടും കാണാൻ പറ്റും കോഡ് ചെയ്യുന്നത്. ഇവിടെ തിങ്കിങ് എന്ന് പറയുന്നൊരു ടാബിൽ എങ്ങനെയാണ് അത് ആ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അത് തിങ്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ AI ഏജൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഫസ്റ്റ് അത് സെൻസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് അത് തിങ്ക് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ തിങ്കിങ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഇതിവിടെ കോഡ് റൈറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വെബ് പേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ കോഡ് എന്ന് പറയുന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് കോഡ് കാണാം. തിങ്കിങ് എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ അതെങ്ങനെയാണത് തിങ്ക് ചെയ്ത് ഡിസൈഡ് ചെയ്ത് എന്ന് നമ്മൾ ഈ AI ഏജൻറ്റ് എന്നുള്ളതിൻ്റെ ഇത് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. തിങ്ക് ചെയ്ത് ഡിസൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സെക്ഷനും നമുക്കിവിടെ കാണാൻ പറ്റും എങ്ങനെയാണത് തിങ്ക് ചെയ്തതെന്നുള്ളത്. ഓക്കെ, ഇനി ഇത് നമുക്ക് പ്രിവ്യൂ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരു URL ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവർ തന്നെ അതിനെ ഒരു URL ആക്കി നമുക്ക് തന്നിട്ടുണ്ട്. ഈ URL നിങ്ങൾക്ക് കോപ്പി ചെയ്ത് ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് തന്ന വെബ്സൈറ്റ്. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് ഈ ഒരു വെബ് പേജ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് തന്നിരിക്കുന്നത്. അതുപോലെ കറക്റ്റായിട്ട് ഇതിൻ്റെ ഓരോ ലിങ്കിങ്ങും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ടുള്ള പൊസിഷനിലേക്കൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ഇവിടെ മെൻഷൻ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേസിക് ലെവലായിട്ടുള്ള കോഡിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് AI യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമുക്ക് കുറച്ചും കൂടിയും ഇതിൽ മോഡിഫിക്കേഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു പരിധിവരെ നമുക്ക് AI യൂസ് ചെയ്തിട്ട് അത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ AI ഹാലുസിനേറ്റഡ് ആയി പോകും. ആ സമയത്ത് നമുക്ക് ആ കാര്യങ്ങൾ ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് കോഡിങ്ങിന് നല്ലൊരു ഡീപ്പ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് കോഡിങ് പഠിക്കുന്നവരോ അല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റിലേക്കൊക്കെ വരുന്നവരാണെങ്കിൽ ഇനി നമ്മൾ നോക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ അതിനെക്കുറിച്ചുള്ള ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി
എടുക്കുക എന്നുള്ളത്, അതിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ കൺസെപ്റ്റ്സ് ഒക്കെ വളരെ ക്ലിയർ ആക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ബേസിക് ലെവലിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ AI ചെയ്ത് തരും. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ജെൻസ്പാർക്ക്. ഇനി നമുക്ക് അടുത്തൊരു യൂസ് കേസ് നോക്കാം. അപ്പോൾ ഈ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 200 ക്രെഡിറ്റ്സ് ആയിരുന്നു ഇനീഷ്യലി ഉണ്ടായിരുന്നത്. അപ്പോൾ 139 ക്രെഡിറ്റ്സ് ആയി. ഇനി നമുക്ക് അടുത്തൊരു പ്രോംപ്റ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു വ്ളോഗിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ആക്ട് ആസ് എ പ്രൊഫഷണൽ ബ്ലോഗർ ആൻഡ് SEO സ്പെഷ്യലിസ്റ്റ്. ഈ ഒരു 5 ways to boost productivity while working from home എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ബ്ലോഗ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റിയൽ വേൾഡ് എക്സാമ്പിൾസ് കൊടുക്കാനായിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് ആഡ് ചെയ്യാനായിട്ട് ഒരു കോൾ ടു ആക്ഷൻ കൊടുക്കാനായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിൻ്റെ AI ഏജൻ്റ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ, പല കാര്യങ്ങളും അതിന് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണമെന്നും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബ്ലോഗ് പോസ്റ്റിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി ഇത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ടൂൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളടുത്ത് തിങ്ക് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചു, ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടിയും ക്രെഡിറ്റ്സ് യൂസ് ചെയ്യും, അതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഷാൽ ഐ പ്രൊസീഡ് എന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ നമ്മൾ യെസ് പറഞ്ഞു. അങ്ങനെയാണ് അത് നമ്മൾ പറഞ്ഞ ടാസ്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ആദ്യം തന്നെ ഇമേജ് ജനറേഷൻ്റെ ടൂളാണ് യൂസ് ചെയ്തത്. ജെമിനി ഇമേജ് ജെൻ 3 യൂസ് ചെയ്തിട്ടാണ് അത് ഇവിടെ ഇമേജ് ജനറേറ്റ് ചെയ്തത്. ഓട്ടോമാറ്റിക്കലി ഏത് ഇമേജ് ജനറേഷൻ മോഡൽ യൂസ് ചെയ്യണം എന്ന് അത് തന്നെ തിങ്ക് ചെയ്ത് ഡിസൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്തത്. അതിനുശേഷം ക്രിയേറ്റ് വെബ് പേജ് എന്നുള്ള ഈ അടുത്ത ടൂൾ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബ്ലോഗ് റൈറ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആ തിങ്കിങ് ടാബിൻ്റെ ഉള്ളിൽ അത് തിങ്ക് ചെയ്ത സ്റ്റെപ്സും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ബ്ലോഗ്. നമുക്കത് പ്രിവ്യൂ ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ ആ പ്രോംപ്റ്റിൽ എങ്ങനെയാണോ ഇമേജ് വേണം എന്ന് പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇമേജ് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഓതറിൻ്റെ നെയിം അതെല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ബ്ലോഗ് പോസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, കോൾ ടു ആക്ഷൻസ് വേണമെന്ന് പറഞ്ഞിരുന്നു, കമൻറ്റ് ആഡ് ചെയ്യാനായിട്ട് അത് തന്നിട്ടുണ്ട്. അതുപോലെ ന്യൂസ് ലെറ്റർ സൈനപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം മെൻഷൻ ചെയ്ത് തന്നിട്ടാണ് നമുക്കിത് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കിയ അടുത്ത യൂസ് കേസ്. നമുക്ക് മറ്റൊരു യൂസ് കേസ് നോക്കാം. ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ജെൻസ്പാർക്കിനോട് ആക്ട് ആസ് എ സോഷ്യൽ മീഡിയ മാനേജർ ഫോർ എ ലോക്കൽ കോഫി ഷോപ്പ്, എന്നിട്ട് ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ടുള്ള 3 അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തത് ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത്തത് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്യാച്ചി ആയിട്ടുള്ള ക്യാപ്ഷനും ഹാഷ്ടാഗും ഒക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിന് ഡിഫറെൻറ്റ് ടൂൾസ് യൂസ് ചെയ്യേണ്ടി വരും. ഒന്ന് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ ടൂള്, അതുപോലെ തന്നെ വീഡിയോ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ടൂള്, അതുപോലെ തന്നെ ഈ ക്യാപ്ഷൻസ് ഒക്കെ റൈറ്റ് ചെയ്യാനായിട്ട് വേറെ ടൂള്. അപ്പോൾ ഇതെങ്ങനെയാണിത് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കിത് റൺ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആദ്യം തന്നെ യൂസിങ് ടൂൾ, ഫസ്റ്റ് ടൂൾ ഇമേജ് ജനറേഷൻ്റെ ടൂളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്കിവിടെ ഇമേജ് ജനറേറ്റ് ചെയ്യാണ്. ഓട്ടോമാറ്റിക്കലി അത് തന്നെ ഫ്ലക്സ് മോഡലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ തിങ്ക് ചെയ്ത് ഡിസൈഡ് ചെയ്തിട്ടാണ് ഫ്ലക്സിൻ്റെ മോഡൽ യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജ് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അടുത്തത് കോഫി ഷോപ്പിൻ്റെ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി അത് തന്നെ വീഡിയോ ജനറേഷൻ്റെ ടൂൾ യൂസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ജനറേഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് ജെമിനിയുടെ ഇമേജ് ജനറേഷൻ ടൂളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് നമുക്കിവിടെ വീഡിയോ ജനറേറ്റ് ചെയ്യുന്നിരുന്നത്. അപ്പോൾ ഇത് തന്നെ നമുക്ക് വീഡിയോയും ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്കിവിടെ പ്ലേ ചെയ്യാത്. അപ്പോൾ ഒരു കോഫിയുടെയും അതുപോലെ തന്നെ ആൾക്കാരെ കോഫി ഷോപ്പിലിരുന്ന് കോഫി കുടിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോയും ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി
ഇനി അടുത്തതായിട്ട് അത് ക്യാമ്പയിനിന് വേണ്ടിയിട്ടുള്ള അസറ്റ്സ് ജനറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞ ക്യാപ്ഷൻസും കാര്യങ്ങളും ഒക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ അസറ്റ് ഇമേജിന് ശേഷം നമ്മൾക്ക് എങ്ങനെ ഇമേജ് യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിംഗ് വരെ അത് പറഞ്ഞേക്കാണ്. യൂഷ്വലി 9 to 11 AM ഇടയ്ക്കും 3 to 5 PM ഇടയ്ക്കാണ് നമ്മുടെ ഇത് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് ആ ടൈമിലാണ് പീപ്പിൾ കൂടുതൽ ആൾക്കാർ കോഫി കുടിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ തിങ്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് കൂടുതൽ ഇത് നമ്മളുടെ അടുത്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് റെക്കമെൻഡേഷൻ തന്നിരിക്കുന്നത്. അതുപോലെ ഓരോന്നിനും വേണ്ടിയിട്ടുള്ള ക്യാപ്ഷൻസ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. മോർണിംഗ്, അതുപോലെ കോഫി വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്യാപ്ഷൻ, അതിന് വേണ്ടിയുള്ള റെസ്പെക്റ്റീവ് ഹാഷ്ടാഗ്സ് വരെ നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ അസറ്റ് നമ്പർ 2 നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോനെ ഒരു റീലായിട്ട് പോസ്റ്റ് ചെയ്യുക വിത്ത് ദ ഓഡിയോയെ നമുക്ക് ജനറേറ്റ് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ ആ ഓഡിയോ വെച്ചിട്ട് നമ്മൾ റീലായിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ജെൻസ്പാർക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് റെക്കമെൻഡേഷൻസും തന്നിട്ടുണ്ട്. എങ്ങനെയാണ് എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഇനി അഡീഷണൽ ഐഡിയാസ് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് മോഡിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരുത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്ത് തന്നു, ക്യാപ്ഷൻസ് ജനറേറ്റ് ചെയ്ത് തന്നു, അതിനുള്ള ഹാഷ്ടാഗ്സ് ജനറേറ്റ് ചെയ്ത് തന്നു, അതുപോലെ തന്നെയുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുത്ത ടാസ്കിനനുസരിച്ച് എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്തിട്ടാണോ ചെയ്യേണ്ടത് അതെല്ലാം ഇത് തന്നെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു AI ഏജൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓഫീസിൽ ഒരു സോഷ്യൽ മീഡിയ ടീം പോലെ തന്നെയാണ് നമ്മുടെ ഒരു AI ഏജൻറ്റ് വർക്ക് ചെയ്യുക. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ടീമിൽ ശരിക്കും പറഞ്ഞാൽ ആരാണ് ഉണ്ടാവുക? ഒരു കണ്ടൻറ് റൈറ്റേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ ഗ്രാഫിക് ഡിസൈനർ ഉണ്ടായിരിക്കും, വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, അതുപോലെ സോഷ്യൽ മീഡിയ അനലിസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടീമുകൾ ഒരുമിച്ച് വർക്ക് ചെയ്താണ് നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ടീം ബിൽഡ് ചെയ്യുക ഒരു കമ്പനിയിൽ. അപ്പോൾ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സൺസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു AI ഏജൻറ്റിന് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ശരിക്കും പറഞ്ഞൊരു AI ഏജൻറ്റ് എന്ന് പറയുന്നത്. അതിന് പല ടൂൾസ് യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്ന ഒരു ടാസ്ക് ഫോക്കസ് ചെയ്തിട്ട് തിങ്ക് ചെയ്ത് ഓരോന്നിനും എന്ത് ടൂളാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ജെൻസ്പാർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ലേറ്റസ്റ്റ് AI അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.